അപ്പോൾ ഓണം എല്ലാവർക്കും ഓണാശംസകൾ. ഓണത്തിൻ്റെ പരിപാടി എല്ലാവരുടെയും തകൃതിയായി നടക്കുന്നുണ്ട്. ചെറിയൊരു ഓണപ്പരിപാടി നമ്മളെ ചെറുതല്ല വലുത് തന്നെ. അപ്പോൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുളിച്ച് മാറ്റം ചെയ്താൽ ഇങ്ങനെയാണ് ഇന്ന് ഇതില്ലേ ഓൺലൈനിൽ ഓർഡർ ചെയ്തതേ, പക്ഷെ ഭയങ്കര ടൈറ്റായി പോയി. സാരമില്ല, ഒപ്പിക്കാം. അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ ഒരു ഓണാശംസകൾ നേരുന്നു. എല്ലാവരും സന്തോഷത്തോടെ ആരോഗ്യത്തോടെ കുടുംബത്തോടൊപ്പം ഒരുപാട് ഓണം ആഘോഷിക്കാൻ പറ്റട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ് ആശംസിക്കുന്നു. ഇവിടെ 2 ടൈപ്പ് പൂക്കളം ഒരുങ്ങുന്നുണ്ട്. ഒന്ന് അച്ചാച്ചന്റെ തൊട്ടിന്റെ നേതൃത്വത്തിൽ പൂക്കള മത്സരം നടക്കുകയാണ് സുഹൃത്തുക്കളെ. ആരാ ജയിക്കുക? ഏട്ടനും കൂടി ചിക്കൻ മണിക്ക് വേണ്ടി പോകുന്നുണ്ട്. ഹാപ്പിയാണ്. ബൈ. ഫോട്ടോഷൂട്ടിന് വാങ്ങി കേട്ടോ എല്ലാവരും. ഒരു പൂക്കളം ഇനി നോക്കിയിട്ടേ ഇല്ല. ഫോട്ടോ എടുക്കാൻ വേണ്ടി കൂട്ടിക്കൊണ്ടില്ലേ കിട്ടില്ല സ്ഥലം വേറെ സ്ഥലമില്ല. ഇത് നമ്മൾ വീട്ടിലാ വന്നത്. കടമ്പേരിയല്ലേ, കടമ്പേരി എന്ന് പറയും. കടമ്പേരി. ആർക്കെങ്കിലും ഫോട്ടോ ആവശ്യമുള്ളവർ ഈ വീട്ടിലേക്ക് വരണം. എന്താ വെച്ചാൽ അത്രയും നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാരും ഉണ്ട് കേട്ടോ. കരുവാലുണ്ട്, സായിക്കുണ്ട്, എല്ലാരും ഉണ്ട്. തങ്കപ്പനുണ്ട്. എന്നാ ഒരു ഫോട്ടോ എടുത്ത് കൊടുക്കട്ടെ. അപ്പൊ ഇത് ഹലോ പിന്നെ ഫോട്ടോഷൂട്ട് ഒരു കോളാലുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെ ഷൂട്ട് സൂര്യൻ ഒരു കണ്ണൂരിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. വീടുന്നാ കിട്ടുന്ന ആടുന്ന് എടുക്കാൻ. അപ്പോൾ നിറച്ചു വേണം കേട്ടോ ഫോട്ടോഷൂട്ടിന്റെ നിറച്ചു ആൾക്കാരാണ്. കുളം, അടിപൊളി കുളവും കാര്യങ്ങളെല്ലാം ഉണ്ട്. അയച്ച പോലത്തെ ഫോട്ടോ ഒന്നും ഇടുന്ന് കിട്ടും തോന്നില്ല. എന്ന് വെച്ചാൽ ഇതിങ്ങനെ ഈ ഫോട്ടോ സേവ് ദി ഡേറ്റിനും കല്യാണത്തിൻ്റെ എടുക്കാൻ പറ്റുന്ന പോലത്തെ ഈ കുളത്തിന്റെ കാര്യക്കെല്ലാം നിൽക്കില്ല. അങ്ങനത്തെ ട്രഡീഷണൽ ഫോട്ടോ എടുക്കാൻ ഇവിടെ പറ്റും. ഉദ്ദേശിച്ച പോലത്തെ ഫോട്ടോ, ഉദ്ദേശിച്ച പോലത്തെ ഒന്നല്ല. അതുപോലത്തെ 3 ഓർഡർ ചെയ്ത് വരുത്തിച്ചതെ ബ്ലൗസ് പോലെ ഇട്ട് 3 ഇട്ട് വേറെ ടൈറ്റ് ഫോട്ടോ എടുത്തിട്ട് ഇതിപ്പോ റിട്ടേൺ ആക്കേണ്ടി വരും. ഇത് ചെല്ലുന്നില്ലേ, മഞ്ഞ പച്ച ഒരു റോസ് 3 എടുത്തിയത്. ഞാൻ വെച്ചാൽ ഓണം തൂക്കാത്. ഞാൻ ഭയങ്കര ഇതാണ് ക്യാമറ ഫിയർ. എനിക്ക് അങ്ങനെ പോലുള്ള സൗന്ദര്യം നമുക്ക് ഇടിയുണ്ടെങ്കിൽ നമുക്ക് എന്ത് ഡ്രസ് ഇട്ടാലും മാച്ചാണ്. ഇതൊക്കെ രണ്ടാളും വെറൈറ്റി ഡ്രസ്. മുണ്ടിന്റെ കര വരെ പോലത്തെ ബ്രാൻഡ് മാറ്റാണ്. ഓണഷൂട്ടെല്ലാം കഴിഞ്ഞ സ്ഥലം എന്ന് പറയാ കടമ്പേരി അമ്പലം. കടമ്പേരി മയൂഖം സിനിമ അല്ലെ, മയൂഖം സിനിമ ഷൂട്ട് ചെയ്ത അല്ലെ, അതിനെപ്പറ്റി വലിയ അറിവില്ല. അങ്ങനെയാ പറയപ്പെടുന്നത്. അങ്ങനെ പറഞ്ഞ കൂട്ടിക്കൊണ്ടുവന്ന് അപ്പൊ കഴിഞ്ഞു. നമ്മളിനി നാട്ടിലേക്ക് ഇനി 1 മണിയാകാനായി. വീട്ടിൽ പോയി ചെറുതനെ സമയമുണ്ട്. അപ്പോൾ ഫോട്ടോഷൂട്ടെല്ലാം കഴിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും വന്നു. അപ്പോൾ ഇന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്, ഇതിൻ്റെ അപ്പുറം 2 വീട്, അതിൻ്റെ അപ്പുറം 2 വീടുണ്ട്. അത് ഒന്ന് അച്ഛൻ്റെ ഒരേച്ചി, അതിൻ്റെ അപ്പുറത്ത് വേറൊരു ചേച്ചി, മൂത്തേച്ചി, രണ്ടാമത്തെ ചേച്ചി. എങ്ങനെയാണ് എൻ്റെ 2 വെല്ലുമാറ്. നമ്മളെല്ലാവരും ഒരുമിച്ചിട്ടാണ് ഇന്നത്തെ ഓണം സദ്യ പരിപാടിയിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല വെയിലായി കേട്ടോ. ഇന്നലെയെല്ലാം നല്ല മഴയേനെ. അപ്പോൾ നമ്മൾ വിചാരിച്ചു പിന്നെ ഓണം വെള്ളത്തിലായി പോകുമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് രാവിലെ നല്ല വെയിലാണ്. അപ്പോൾ എല്ലാവരും ഒരുമിച്ചിട്ടാണ് ഇന്നത്തെ ഭക്ഷണം കഴിക്കലില്ല. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി എല്ലാവരും ഇരുന്നിട്ടുണ്ട്. ഞാൻ അങ്ങോട്ടേക്ക് പോയിരുന്നു. ചിക്കൻ, അച്ചാറ്, പൊരിച്ചുണ്ട്, പച്ചടി, പറവ്, പപ്പടം, കായ്വക്കെ, പഴം, അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ. ഇതാകെ ചമ്മണം പടഞ്ഞിട്ടിരിക്കാൻ കഴിയുന്ന എത്തോട്ടേ ഉള്ളൂ. ബാക്കി ആർക്കും ചമ്മണം പടഞ്ഞിട്ടിരിക്കാനില്ല. ഞാൻ എങ്ങനെ പോയിരുന്നിട്ടുള്ളേ.
ആരാ മാവേലി? മാവേലി ആരാ? ഒരു ഉമ്മ നല്ലേ, അപ്പൊ പോലീസിനെ കാണിച്ചു കൊടുക്കൂല. അപ്പൊ നമ്മളെല്ലാരും ഉണ്ട് കേട്ടാ. പരിചയപ്പെടുത്താ, ഇത് വെല്ലുമ്മ, മാതി വെല്ലുമ്മ, അൻസര ഏർത്തിമ്മ, മുരളിയേട്ടനെ ഏറെക്കുറെ എല്ലാവർക്കും അറിയായിരിക്കും. അമ്മ നെച്ചുലുമ്മ, മുരളിയേട്ടന്റെ അമ്മ, അച്ഛൻ, ഗ്രീഷ്മേച്ചി, നെത്തൂട്ടൻ, ഏട്ടൻ കൊടുത്തു. അപ്പൊ നമ്മളെല്ലാരും കൂടിയാണ് ഇപ്രാവശ്യം ഓണാക്കിയത്. എല്ലാരും കൂടി ഒരുമിച്ചിട്ട് എത്രയോ കൊല്ലായിരിക്കും അല്ലേ ഇങ്ങനെ അല്ലെ? പണ്ടെല്ലാരും ഒരുമിച്ചിട്ടാണ് ഓണം ആഘോഷിക്കല്. അപ്പൊ ഓണത്തിനെ കുറിച്ചിട്ട് ഓണത്തിന്റെ പറയുമ്പോ എന്താണ് ഒരു ഓർമ്മയായിട്ട് പെട്ടെന്ന് വരുക? നമ്മള് പണ്ട് അമ്മമ്മയെല്ലാം ഒന്നിച്ചുള്ള സമയത്ത് ഒന്നിച്ച് ഇരുന്ന് അങ്ങനെ ഒരു ഭക്ഷണമെല്ലാം കഴിച്ച ഒരു വലിയൊരു ഓർമ്മയുണ്ട്. അപ്പൊ ഇപ്പൊ ഇപ്പൊ ഇരിക്കുമ്പോഴാണ് പണ്ടത്തെ ഇതെല്ലാം ഇങ്ങനെ ഓർമ്മ വരുന്നത്. അമ്മയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ തോന്നിപ്പോ. ഇപ്പൊ ആർക്കും ആവൂല. നമ്മളെന്നെ ഇരുന്നതെല്ലാം എടുത്തുണ്ട്. കാലിന്റെ മുട്ടെല്ലാം ഭയങ്കര വേദന. കാലൊന്നും നേർന്ന് കിട്ടുന്നില്ല. ഈരാങ്കിരിക്ക് വരെ ഇത്ര വെച്ചിട്ടുണ്ടാവില്ല. എന്ത് പരിപാടി ഉണ്ടോ നാലമല്ലാട്ടാ? പ്രോഗ്രാം ഉണ്ട്. മിൽക്കലാമേള പരിപാടി അല്ലെ? ഇരട്ടി ഭാഗത്തേക്ക് ഇന്ന് പരിപാടി അല്ലേ? കടത്തനാട് മിരുപത്രി കൊറേ മുല്ലാട്ടനാണ് നമ്മളെ നാടകം പണ്ട് ചെറുപ്പത്തില് നാടകം കോമഡിയെല്ലാം പഠിപ്പിക്കുന്നത് മുല്ലാട്ടനത്. ചേട്ടൻ പോകുന്നുണ്ട്. അപ്പൊ നമ്മള് ചെറിയൊരു ഓണപരിപാടികളാക്കാൻ വേണ്ടി ഇതുവരെ ഇങ്ങനെ ആക്കിയിട്ടില്ലല്ലോ നമ്മള്. നമുക്ക് ഓണാഘോഷം നവോദയന്റെ പരിപാടി ഉണ്ടായി. അതെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യം എല്ലാരും കൂടി കുറച്ചൊരു ഓണക്കളിയെല്ലാം ആക്കാനുള്ള പരിപാടിയാണ്. ഓണസദ്യ കഴിഞ്ഞു, ഇനി ഓണക്കളി. ലിപ്സ്റ്റിക്കിടാത്തോണ്ട് ലിപ്സ്റ്റിക്കിടാത്തോണ്ട് പിന്നെ അത് കാണിച്ചിട്ടുണ്ടായിരിക്കും. ലിപ്സ്റ്റിക്കിടാത്തോണ്ട് മാളിന അത് കണ്ണ് കെട്ടിയിട്ടാണ്, അല്ലാണ്ടല്ല. കണ്ണ് കെട്ടിട്ട് പോയാ കെട്ടാണ്ട് പോവാ. ഇല്ല കണ്ണ് കെട്ടിട്ട് നടക്കുന്നേ. ഇങ്ങോട്ട് ഇങ്ങനെയാ കാണുന്നില്ലല്ലോ ഇത്. ഏറ്റുമ വിജയകരമായി പൂർത്തിയാക്കി. അച്ഛാ അമ്മയാണ് നോക്കാം. ലേശം മാക്സി കയറ്റി കുത്തിക്ക് പോകണം. വന്നോ? എങ്ങനെയാണ് കടന്നു നോക്കാനാണ്, തപ്പി നടക്കാനല്ല. അതന്നെ കറക്റ്റ്. അതന്നെ കറക്റ്റ്, കറക്റ്റ്. അമ്മ അത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്, ജയിച്ചിട്ടുണ്ട്. വൺ ടു ത്രീ സ്റ്റാർട്ട്. കാണുന്നുണ്ടെന്ന് തോന്നല്ലോ. വെച്ചോ. അതന്നെ. വാ വരട്ടെ. കറക്റ്റ്. ഇപ്പുറത്തേക്ക്. ഇപ്പുറത്തേക്ക്. അപ്പുറത്തേക്ക്. ഇപ്പുറത്തേക്ക്. അതന്നെ ജസ്റ്റ്. അല്ലല്ല കറക്റ്റാണ്. വാ അന്നെ ഒന്നും കൂടി. വാ കാല് പൊന്തിച്ച് നോക്കറാ. അതന്നെ ചവിട്ടല്ലേ, കുറച്ച് ഇപ്പറോ. ഇവിടെ സൈക്കിള് കളിയിലാണ് കേട്ടാ. മനസ്സിലെ നിർദ്ദേശം കൊടുക്കണേ. നിർദ്ദേശങ്ങൾ കൊടുക്കണേ.
നിർദ്ദേശങ്ങൾ കൈമാറണം. ആ അതന്നെ. ആ ബാബാ വന്നു നേരെ വന്നു അതന്നെ. ആ ആ മുട്ടല്ല തട്ടല്ല ഗ്ലാസ്സിന് തട്ടല്ല തട്ടാണ്ട്. ആ ആ ആ ആ അതന്നെ വാ വാ ആ വാ വാ പറയണ്ട ആ ക്ലാസ് വേറെ പഠിക്കേണ്ടിരുന്ന ഉദ്ദേശിച്ചു. ആ ആ ആ കേട്ട് ആ കഴിഞ്ഞ് കാണുന്നില്ലല്ലോ. നീ എടുത്തിട്ട് അച്ഛന് പറഞ്ഞു കൊടുക്കുക ഇടത്തോട്ട് വലത്തോട്ട് ആടെ ക്ലാസ് ചവിട്ടല്ല. ഞാൻ എത്തോട്ടോ അതില്ലേ ആ ആ തുടങ്ങിക്കോ വാ. ആ ഒന്ന് പോയിന്. ആ ആ ആ ആ ആ ചെറിയൊരു വെളിച്ചുണ്ടാവില്ലേ? കുറച്ച് തിരിഞ്ഞിട്ടില്ല തടയൊന്നും ചെയ്യണ്ട ഇങ്ങനെ എടുത്തു വെച്ചോളാം. അപ്പോഴൊന്നുമില്ലേ നേരെ വെക്കൂ കാല് പൊന്നിച്ചു വെച്ചോ. ഗ്ലാസിന്റെ എടുത്തു പോകത്തെത്തി അറിയില്ല. പിടി വാ കറക്റ്റ് തന്നെ കറക്റ്റ് ഇതെന്താ നമ്മള് വിജയായിട്ട് ഗ്രീഷ്മേച്ചി തന്നെയാണ് അല്ലെ? ഗ്രീഷ്മേച്ചി തന്നെയാണ് ഇതിനകത്ത് വിജയായിട്ട് കാണാൻ പ്രഖ്യാപനം. ബാക്കി എല്ലാരും ഏകദേശം തട്ട് ഇങ്ങനെ മഴേന്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ആച്ചെല്ലാം മാറി കേട്ടാ, മൊത്തം മാറി. കസേര കളി കളിക്കാം. കസേര നേരത്ത് നാളിന്റെ വിചാരം മേക്കപ്പ് ഇട്ടാലാണ് നല്ല വൃത്തി, പക്ഷെ മേക്കപ്പ് ഇടാണ്ടാണ് വൃത്തി അല്ലെ? മേക്കപ്പ് ആവാനെ ചിറിക്കെല്ലാം തേച്ചിട്ട് ഒരു കൊണ്ടു ഉണ്ടാവില്ല കാണാൻ, അല്ലാണ്ട് അത് രസം. മാളിനെ കാണാൻ അല്ലാണ്ട് അത് രസം. ഒന്നിന് കേറാണ്ട് തുടങ്ങിയ 1 2 3 സ്റ്റാർട്ട്. ഓടണേ ആരാ പോയ മടിയിൽ രണ്ടാൾ അങ്ങ് കിട്ടുവാ. സൗണ്ട് ഇല്ല ഓടയില്ല വേട്ടം തിരിഞ്ഞോടാ നോക്കുമ്പോ പറഞ്ഞതാ.
ഞാനും അനുസരിച്ചാണ് അങ്ങനെ ഫൈനലിൽ എത്തിയിട്ടുള്ളത്. ബാക്കി എല്ലാവരും പുറത്തായിട്ടുണ്ട്. ഓക്കെ സമ്മാനം കൊടുക്കണ്ടേ? തല കറങ്ങി പോയിട്ടാ. സമ്മാനം കൊടുക്കുക. എത്ര സമയം ഓടിയല്ലേ അനുസരിച്ച് തല കറങ്ങുന്നു. തലയിൽ ഗ്ലാസ് വെച്ച് നടന്നതിന് അംഗൻവാടിയിൽ നിന്നും ഓസ്കാർ കിട്ടിയ ഓസ്കാർ. അച്ഛൻ അത്രയും കാവലിട്ടും ഇങ്ങനെയായിട്ടുണ്ട് ഈ അവസ്ഥ. പിന്നെ ഇല്ല നോക്കണ്ട. വെച്ചു നടക്കൽ മത്സരത്തിൽ അംഗൻവാടിയിൽ നിന്ന് വന്ന സ്ഥലം. ഓ കാലടി കൊടുക്കാം. ഓ കാലടി കൊടുക്കാം. എന്റെ മോനെ അംഗൻവാടിന്ന് കളിച്ചില്ലല്ലോ. എന്റെ ബാബാ സുഹൃത്തുക്കളെ അംഗൻവാടിയിൽ നിന്ന് വന്ന സ്ഥാനം നേടിയത് സുഹൃത്തുക്കളെ കാണുക. കോട്ടുകൾ വീണ്ടും വീണ്ടും സൃഷ്ടിച്ചുകൊണ്ട് റെക്കോർഡിന് മേലെ റെക്കോർഡുകൾ സൃഷ്ടിക്കാൻ ഇതാ എതിൻ ജേമിതൻ, ഇതാ നിങ്ങളുടെ ഇതാ വിലയേറിയ സപ്പോർട്ടുകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇതാ. അപ്പോ അങ്ങനെ ഇക്കൊല്ലത്തെ ഓണാഘോഷവും ഇവിടെ കഴിഞ്ഞു. ഓണം എന്ന് പറയുമ്പം കുറേ ഓർമ്മകളുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളെ കുറേ വേണ്ടപ്പെട്ടവർ ഓരോ ഓണത്തിനും നമ്മളെ കൂടിയില്ലാത്ത ഓരോ ആൾക്കാരുടെയും ഓർമ്മകൾ നമ്മളിങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടും ദുഃഖിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആരെല്ലാമാണോ ഉള്ളത്, ഇപ്പം നമ്മളെ കൂടെ ആരെല്ലാമാണോ ഉള്ളത്, അവരെല്ലാവരെയും കൂടെ നമ്മളെല്ലാ ആഘോഷങ്ങളും മാക്സിമം ആഘോഷിക്കുക. മറ്റേ ഒരു കവിതയിൽ പറഞ്ഞ പോലെ വരും കൊല്ലം ആരെന്നും എന്തെന്നും ആർക്കറിയാമെന്നാണ്. മനുഷ്യന് അല്പായുസാണ്. മനുഷ്യന് ഒന്നും അറിയില്ല, നമ്മളെത്ര നാളുണ്ടെന്നൊന്നും ആയിരിക്കും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തെറ്റിയിട്ട് പോവാം, അതുപോലെ തന്നെ നമ്മളെ വിട്ടു പിരിയാം. അങ്ങനെ പലതും ഓരോ വർഷവും നമുക്ക് മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, ദുരന്തങ്ങളായിട്ടും എല്ലാം. അപ്പോൾ അതൊന്നും നമ്മൾ പ്രതീക്ഷിക്കാണ്ട് നമ്മളെ ആഘോഷങ്ങളെല്ലാം മാക്സിമം എൻജോയ് ചെയ്യുക. കുടുംബത്തോടൊപ്പം നമ്മളെ സുഹൃത്തുക്കളോടൊപ്പം നമുക്ക് വളരെ വേണ്ടപ്പെട്ടവരോടൊപ്പം എല്ലാം നമ്മൾ എൻജോയ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ ഓണാഘോഷമാണ് ഇന്നത്തെ നമ്മളെ ഇവിടെ എല്ലാവരും കൂടി ഒരുമിച്ചിട്ട്. അതിനിടയ്ക്ക് കിടന്നു ഉറങ്ങിയേട്ടാ, കണ്ണല്ലേ ഇങ്ങനെ വേണ്ട. ഓണം ഉണ്ടായിട്ടും ആഘോഷിക്കാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മളെ പട്ടാളക്കാർ, പോലീസുകാർ, നേഴ്സുമാർ, ഡോക്ടർമാർ, അങ്ങനെ ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അവർക്ക് ഓണമുണ്ട്, കുടുംബക്കാരെല്ലാവരും വീട്ടിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും, അവരാഘോഷിക്കുന്നുണ്ടാവും. പക്ഷേങ്കിൽ അവർക്ക് ഓണാഘോഷിക്കാൻ പറ്റില്ല. അവർ നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സേവനത്തിൽ ആണുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ ഉള്ളതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇങ്ങനെ അടിച്ചു പൊളിക്കും ആഘോഷിക്കാനും പറ്റുന്നത് നമുക്കിവിടെ സമാധാനത്തോടെ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്താ പറയുക, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് മേഖലയിലുള്ള. അവർക്ക് എല്ലാവർക്കും ഒരു നന്ദിയും കൂടി ഇതിൻ്റെ ഒപ്പം ഞാൻ പറയുന്നു. ഭയങ്കര സന്തോഷമുണ്ട് എന്ന് വെച്ചാൽ ഇങ്ങനെ ഓരോ ഓണത്തിനും ഇങ്ങനെ ഒത്തുകൂടാൻ പറ്റുന്നതിൽ. അതിന് പുറമെ സങ്കടമുണ്ട്, ഒരുപാട് ആൾക്കാർ ഇല്ലാത്ത മിസ് ചെയ്യുന്ന ഓണം കൂടിയാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഹാപ്പി ഓണം. നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും. വേണ്ടപ്പെട്ടവരെ കൂടെ ആഘോഷിച്ചു. കുറച്ച് ആൾക്കാർ മിസ്സിങ് ആയിരിക്കും ഓരോ ഓണത്തിനും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയെന്ന്. എല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും എല്ലാ ആഘോഷങ്ങളും ആഘോഷിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, ബൈ.